ഞാൻ ചിലത് പരാമർശിക്കട്ടെ. തീർച്ചയായും പറയൂ. ഉദാഹരണത്തിന് യോഹന്നാൻ 14:28 നോക്കാം. തീർച്ചയായും. അത് മനോഹരമായ ഒരു ഭാഗമാണ്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ 14:28 ആ വാക്യത്തിന്റെ പശ്ചാത്തലം താങ്കൾക്കറിയാമോ? ഒരുപക്ഷേ ഇല്ലായിരിക്കാം, എനിക്ക് യഥാർത്ഥത്തിൽ സന്ദർഭം അറിയില്ല. ശരി, നമുക്ക് യോഹന്നാൻ 14:28 വായിക്കാം. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങിവരികയും ചെയ്യും എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നെക്കാൾ വലിയവനല്ലോ. ശരി, അപ്പോൾ പിതാവ് അവനേക്കാൾ വലിയവനായതുകൊണ്ട് യേശു ദൈവമല്ലെന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതെ. ശരി, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന സന്ദർഭത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുകയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് സത്യസന്ധത പുലർത്തുകയും ഉത്തരം നൽകുകയും വേണം. താങ്കളുടെ ബോസ് താങ്കളേക്കാൾ വലിയവനാണോ? അതെ. ഒന്നുകൂടെ പറയാമോ? അധികാരത്തിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിക്ക് അധികാരത്തിലോ പ്രകൃതിയിലോ നിങ്ങളെക്കാൾ വലിയവനാകാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി പറഞ്ഞാട്ടെ, നിങ്ങൾ നിങ്ങളുടെ നായേക്കാൾ വലുതാണോ? ആണെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ഏത് അർത്ഥത്തിൽ പറയുന്നു എന്നത് ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നായേക്കാൾ മൂല്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ഒരു നായേക്കാൾ താഴെയാണോ? ആ അർത്ഥത്തിൽ അതെ. ശരി, അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോസ് അധികാരത്തിൽ നിങ്ങളെക്കാൾ വലിയവനാണ്, പക്ഷേ സ്വഭാവത്തിലല്ല. പക്ഷേ നിങ്ങൾ സ്വഭാവത്തിൽ നിങ്ങളുടെ നായേക്കാൾ വലുതാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്: തന്റെ പിതാവ് തന്നെക്കാൾ വലിയവനാണെന്ന് യേശു പറയുമ്പോൾ ഏത് അർത്ഥത്തിലാണ് പറയുന്നത്? അധികാരത്തിലാണോ പ്രകൃതിയിലാണോ? ഉത്തരം നമ്മൾ ഊഹിക്കേണ്ടതില്ല. ഈ അധ്യായം ആരംഭിക്കുന്നത് 14:28 അല്ല. യേശു പറയുന്നതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഖുറാനിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ അനുസരിച്ച് അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽ ഒന്ന് സത്യമെന്നല്ലേ? അതെ, അങ്ങനെയാണ്. ശരി, നിങ്ങൾ ഒരു മുസ്ലിമാണെങ്കിൽ ഒരു സൃഷ്ടിക്ക് അല്ലാഹുവിന്റെ അതുല്യമായ പേരുകളും സവിശേഷതകളും നൽകാൻ കഴിയില്ലെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, അല്ലേ? എനിക്ക് അറിയില്ല, അതെനിക്ക് പരിചയമില്ല. അതെ, അതാണ് ഇസ്ലാം. കാരണം ഞാനിപ്പോൾ യോഹന്നാൻ 14:6 പോവുകയാണ്. ഇനി സന്ദർഭം വായിക്കാം. ഞങ്ങൾ സന്ദർഭം വായിക്കാൻ പോകുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഹയാത്. പഴയ നിയമവും ഖുറാനും അനുസരിച്ച് ദൈവം മാത്രമാണ് ജീവൻ. അവൻ മാത്രമാണ് സത്യം. അതുകൊണ്ടാണ് അല്ലാഹുവിനു പുറമെ സത്യമെന്നോ ജീവനെന്നോ പറയപ്പെടുന്ന ഒന്നും ഖുറാനിൽ നിങ്ങൾക്ക് കണ്ടെത്താനാവാത്തത്. ഇവിടെ യേശു പറഞ്ഞു, ഞാനാണ് സത്യവും ജീവനും. ഇനിയും താങ്കളുടെ ഖുറാനിലോ പഴയ നിയമത്തിലോ ഞാനാണ് സത്യവും ജീവനും എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കാണിക്കാമോ? മിക്കവാറും പറ്റില്ല. ഒരു പ്രവാചകനും അത് പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ ഒന്നാമത്, യേശു ദൈവത്തിന്റെ ഗുണങ്ങളുടെ പേരുകൾ അവകാശപ്പെട്ടു. സത്യവും ജീവനും ഞാനാണ്. ഞാൻ സത്യം വെളിപ്പെടുത്തും എന്ന് അവൻ പറഞ്ഞില്ല. ഞാൻ സത്യമാണ്. ഞാൻ ജീവനിലേക്ക് വിരൽ ചൂണ്ടും എന്നല്ല, ഞാനാണ് ജീവൻ. രണ്ടാമത്തേത്, നിങ്ങൾ സമ്മതിക്കുന്നു. കാരണം നമുക്ക് ഇത് പൊതുവായി ഉണ്ട്. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു മാത്രമാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്, ശരിയല്ലേ? അതെ. ശരി, നമുക്ക് യോഹന്നാൻ 14:13-14 നോക്കാം. ഇവിടെ നോക്കുക. ഇത് യേശു തന്നെ പറയുകയാണ്. അതേ അധ്യായം തന്നെ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനു ഞാൻ ചെയ്തുതരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തുതരും. യേശു പറയുകയാണ്, അവൻ സ്വർഗ്ഗത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അവന്റെ അധികാരത്തിൽ അവനോട് പ്രാർത്ഥിക്കും. സ്വർഗ്ഗത്തിൽ നിന്നു അവൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നിങ്ങൾക്ക് ഒരു പ്രവാചകനെ കാണിക്കാമോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകാം, നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കാണിക്കാമോ? ഇല്ല. യേശു ഒരു സൃഷ്ടിയാണെങ്കിൽ, അവൻ വെറുമൊരു മനുഷ്യനാണെങ്കിൽ, ഞാൻ സത്യമാണ്, ജീവനാണ് എന്ന് അവൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ ഒരു സൃഷ്ടിയാണെങ്കിൽ എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു ചോദ്യം കൂടി. ഒരു കാര്യം കൂടെ. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യോഹന്നാൻ 14:23 നോക്കുക. താൻ പിതാവിന് തുല്യനാണെന്ന് യേശു ഇപ്പോൾ പറയുന്നത് കാണുക. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഒരു സൃഷ്ടിക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? എന്നെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ വസിക്കുമെന്ന് ഒരു സൃഷ്ടിക്ക് പറയാൻ കഴിയുമോ? മുഹമ്മദിന് ഇങ്ങനെ ഞാൻ വസിക്കുമെന്ന് പറയാൻ കഴിയുമോ? വസിക്കുമെന്നോ? അതെ, അതായത് അദ്ദേഹം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളോടൊപ്പമുണ്ടാകും. ഒരേ സമയം എല്ലാ മുസ്ലിങ്ങൾക്കുമൊപ്പമായിരിക്കുമെന്ന്.
ഇത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് എനിക്ക് ഇപ്പോൾ വ്യാഖ്യാനം ലഭിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഞാനും പിതാവും എല്ലാ സത്യവിശ്വാസികളുടെയും കൂടെ ജീവിക്കുന്നു എന്ന്. എത്ര പേരുണ്ടായാലും അവർ എവിടെയായിരുന്നാലും പിതാവ് ഉള്ളതുപോലെ ഞാനും അവരോടൊപ്പമുണ്ട്. അതിനർത്ഥം അവൻ പിതാവിന് തുല്യനാണെന്ന് അവകാശപ്പെടുന്നു എന്നാണ്. എല്ലാ വിശ്വാസികളോടും ഒരേ സമയം ഇടപുറകാൻ പിതാവിന് ഉള്ള അതേ കഴിവ് അവനുണ്ട്. ഇതിൽ നിന്നും യേശു ഒരു സൃഷ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ, അതോ പിതാവിന് തുല്യനാണെന്ന് അവൻ കരുതുന്നതായി തോന്നുന്നുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാലും. അവൻ തുല്യനാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൽ പ്രശ്നമുണ്ട്. നല്ലത്. നമുക്ക് ഈ വാക്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. കാരണം എനിക്ക് ഇപ്പോഴും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു. പരിശോധിക്കാം. നിങ്ങൾക്ക് മറ്റൊരു വാക്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുക. നമുക്ക് ഈ വാക്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. കാരണം എനിക്ക് ഇപ്പോഴും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു. പറഞ്ഞോളൂ, എന്താണ് പ്രശ്നം? നിങ്ങളുടെ വിശദീകരണത്തിന്റെ തുടക്കത്തിൽ യേശു പിതാവിനേക്കാൾ അധികാരത്തിൽ താഴ്ന്നവനാണെന്ന് നിങ്ങൾ പരാമർശിച്ചു. ശരിയല്ലേ? അതെ, ശരിയാണ്. കുഴപ്പമെന്താണ്? യേശുവിന് വ്യത്യസ്തമായ ഇച്ഛാശക്തിയുണ്ടെന്നാണോ അതിനർത്ഥം? അല്ല, അവൻ ഒരേ വ്യക്തിയല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത ഇച്ഛാശക്തിയെ സൂചിപ്പിക്കുന്നില്ലേ? ഇല്ല, അവൻ ഒരേ വ്യക്തിയല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങൾ അധികാരത്തെ ഇച്ഛാശക്തിയുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു. കാരണം യേശുവിന്റെ ഇഷ്ടം പിതാവിന് വിരുദ്ധമാണെങ്കിൽ അപ്പോൾ അതിനർത്ഥം അവൻ പിതാവുമായി പൂർണ്ണമായ ഐക്യത്തിലായിരിക്കുകയില്ലെന്നും പിതാവ് അവനോട് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യുകയില്ലെന്നുമാണ്. അതുകൊണ്ട് അവൻ പിതാവെന്ന അതേ വ്യക്തിയല്ലെന്ന് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരി, എങ്കിൽ നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. അതെ, വേറൊരു വാക്യം ശ്രദ്ധിക്കാം. നിങ്ങൾ വളരെ സത്യസന്ധനായി സംസാരിക്കുന്നു. എനിക്ക് അത് ഇഷ്ടമാണ്. ശരി. മത്തായി 26:39 മണി നോക്കാം. ഇത് തന്നെ മർക്കോസ് 14:36 മണിയിലും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. മത്തായിയിൽ അവൻ പിതാവായ അബ്ബാ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അതെ അതെ. ഞാൻ സന്ദർഭം ശരിയായി ഓർക്കുന്നുവെങ്കിൽ അത് കുരിശിലേറ്റപ്പെടുന്നതിനു മുമ്പുള്ള നിമിഷങ്ങളാണ്. അതെ, അവനെ ഒറ്റിക്കൊടുക്കുന്നതിനു മുമ്പ്. അതെ. വരുവാൻ പോകുന്നത് അദ്ദേഹം കാണുന്നു. എന്നാൽ ഈ വാക്യം സൂചിപ്പിക്കുന്നത് അത് സംഭവിക്കരുതെന്നു താൻ ആഗ്രഹിക്കുന്നതായും എന്നാൽ പിതാവിന്റെ കൈകളിൽ സമർപ്പിക്കുന്നതായും ആണെന്ന് തോന്നുന്നു. അതെ അതെ, ശരിയാണ്. എന്താണ് അവിടെ ചോദ്യം? ഈ വാക്യം ഞാൻ ഉദ്ദേശിക്കുന്ന ചിലതിനെ സൂചിപ്പിക്കുന്നു. കുറഞ്ഞത് യേശുവിന്റെ വ്യത്യസ്തമായ ഇച്ഛാശക്തിയെ. അങ്ങനെയാകണമെന്നില്ല. പിതാവിന് വേണ്ടതെന്താണ്? ഇല്ല, ഇത് അധികം സാങ്കേതികമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ലളിതമായി പറയാം. അവന്റെ ഇഷ്ടം പിതാവിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നാണ് ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. കാരണം അവൻ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെയല്ല, മറിച്ച് പിതാവ് ആഗ്രഹിക്കുന്നതുപോലെ എന്ന് പറയുന്നു. കാരണം പുത്രന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. ശരി, പിന്നെ എന്തിനാണ് അവൻ പിതാവിനോട് അങ്ങനെ ആവശ്യപ്പെടുന്നത്? കാരണം അവനും പിതാവും ഒരേ വ്യക്തിയല്ല. നിങ്ങൾ അത് വായിക്കുക, ശ്രദ്ധാപൂർവം വായിക്കുക. നമുക്ക് ശ്രദ്ധാപൂർവം വായിക്കാം. കഴിയും എങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നു നീങ്ങിപ്പോകേണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. അതിനാൽ രക്ഷയ്ക്ക് മറ്റൊരു വഴിയുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് പോലും അവൻ കാണിക്കുന്നു. എന്നിരുന്നാലും എന്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടമാണ്. അതിനാൽ മറ്റു മാർഗമില്ലെങ്കിൽ അവൻ പാനപാത്രം സ്വീകരിക്കും. അതുകൊണ്ടാണ് 42 പറയുന്നത്. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അതു നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടം ആകട്ടെ എന്നു പ്രാർത്ഥിച്ചു. അവന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടമാണെന്ന് അത് യഥാർത്ഥത്തിൽ നിങ്ങളെ കാണിക്കുന്നു. കാരണം അതാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാനപാത്രം കടന്നുപോകുന്നത് പിതാവിന്റെ ഇഷ്ടത്തിനുള്ളിലാണോ എന്ന് അവൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നടക്കും. കാരണം പുത്രന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടമാണ്. പിതാവ് അവനെ അയക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവൻ വരുന്നു.